സ്വാമി ചിന്മയാനന്ദയുടെ 33-ാം സമാധി ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് ചിന്മയ മിഷന്റെ നേതൃത്വത്തിൽ ആരാധനാ ദിനാചരണം ഭക്തിസാന്ദ്രമായി നടക്കുന്നു. ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 3 വരെ പാലക്കാട് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടെയാണ് പരിപാടി നടക്കുന്നത്. ചിന്മയ തപോവന സ്മൃതി മണ്ഡപത്തിൽ പ്രത്യേകമൊരുക്കിയ യജ്ഞവേദിയിലാണ് സപ്താഹയജ്ഞം പുരോഗമിക്കുന്നത്. പ്രശസ്ത പ്രഭാഷകനും ആത്മീയാചാര്യനുമായ സ്വാമി അശേഷാനന്ദ യജ്ഞാചാര്യനായി സപ്താഹത്തിന് നേതൃത്വം നൽകുന്നു. ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ശ്രീമദ് ഭാഗവത മാഹാത്മ്യപാരായണത്തോടെയും ആത്മീയ പ്രഭാഷണത്തോടെയുമാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഭാഗവതത്തിലെ ധർമ്മസന്ദേശങ്ങളും ഭക്തിയുടെ മഹത്വവും ജീവിത മൂല്യങ്ങളും ലളിതമായും ഹൃദയസ്പർശിയായും അവതരിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ ഭക്തർക്കിടയിൽ വലിയ ആത്മീയ അനുഭവമാണ് പകരുന്നത്. ഓരോ ദിവസവും വ്യത്യസ്ത ഭാഗങ്ങൾ ആസ്പദമാക്കിയാണ് പാരായണം പുരോഗമിക്കുന്നത്. ചൊവ്വാഴ്ച നടന്ന സപ്താഹയജ്ഞത്തിൽ വ്യാസനാരദ സംവാദം, കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, പരീക്ഷത്തിന്റെ ജനനം, പ്രായോപവേശം, ശ്രീ ശുകന്റെ ആഗമനം, വരാഹാവതാരം എന്നീ ഭാഗങ്ങൾ ഭക്തിപൂർവ്വം പാരായണം ചെയ്യുകയും അവയുടെ ആത്മീയ സന്ദേശങ്ങൾ വിശദമായി വ്യാഖ്യാനിക്കുകയും ചെയ്തു. ധർമ്മനിഷ്ഠയും ഭക്തിയും ആത്മസാക്ഷാത്കാരവും ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നുവെന്ന സന്ദേശമാണ് പ്രഭാഷണങ്ങളിലൂടെ ഭക്തർക്ക് പകർന്നു നൽകിയത്. സ്വാമി ചിന്മയാനന്ദൻ ലോകമെമ്പാടും വേദാന്ത സന്ദേശം പ്രചരിപ്പിക്കുകയും സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത മഹാഗുരുവാണെന്ന് സംഘാടകർ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ സമാധി ദിനം ആരാധനാ ദിനമായി ആചരിക്കുന്നതിലൂടെ ഗുരുസ്മരണയും ആത്മീയ ചിന്തയും കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അവർ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.